there is so much of confusion as you look at. അത് ശരിക്കും നോക്കുകയാണെങ്കിൽ വളരെ കലങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. And therefore, I totally refuse to accept even the baptism of the Holy Spirit. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മ സ്നാനം പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അതായത് അവരെ അവഗണിച്ചു ഞാൻ. Because of the misrepresentation of the power of the Holy Spirit, there are many people who say, well, we do not want to have it. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന തെറ്റായ വഴി മൂലം അനേക ആൾക്കാരും പരിശുദ്ധാത്മ സ്നാനം വേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. The reason is that there is so much of misrepresentation of the gifts and the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെയും തെറ്റായിട്ടാണ് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് കാരണം. And therefore we need to see that we should desire and long for the gifts of the Holy Spirit. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ ആത്മീയ വരങ്ങൾക്ക് വേണ്ടി വളരെ ദാഹിക്കേണ്ടതായിട്ടും ആഗ്രഹിക്കേണ്ടതായിട്ടുമുണ്ട്. Because it is needed for you to be built up as a body of believers. It's needed. കർത്താവിന്റെ സഭയാകുന്ന ശരീരം എന്ന രീതിയിൽ പണിയപ്പെടുവാനായിട്ട് ഈ വരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. This is needed for us. നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. And this will help us to be built up into a body of Christ here. കർത്താവിന്റെ ഒരു ശരീരം എന്ന നിലയിൽ ഈ വരങ്ങൾ നമ്മളെ പണിത വളർത്തി വരും. Yeah, there are much that we need to know about the gifts of the Holy Spirit. ഈ ആത്മാവിന്റെ വരങ്ങളെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. I believe that we will not have time to teach on that. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. Therefore, God willing, we would like to send you those tapes. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള കാസറ്റ് ടേപ്പുകൾ അയച്ചു തരാമെന്ന് വിചാരിക്കുന്നു. Your permission. Okay. So we would like to send you the tape so you will be able to learn that in detail. ആ കാസറ്റ് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. But let us know this. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. That we all need to long for spiritual gifts. നാം എല്ലാവരും ആത്മീയ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കണം. It is needed for every member in the body of Christ. കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിലെ ഓരോ അവയവത്തിനും ഇതുണ്ടായിരിക്കണം. Yeah, when we praise and we worship the Lord will begin to move in our midst, and we will begin to manifest, and we will begin to really use our gifts that the Spirit would give to us. കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യേ വ്യാപരിക്കുകയും കർത്താവിന്റെ ആത്മാവ് നമ്മളെ ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ബലപ്പെടുത്തുകയും പ്രേരിപ്പിക്കുകയും ചെയ്താൽ കാണാൻ സാധിക്കും. 1 Corinthians chapter 14 verse 39 again. 14:1-14 വാക്യത്തിൽ സകലവും അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പിൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും വരുന്നത് സകലവും ചന്തമായി ഉചിതമായി നടക്കണം. We will take it more clearly when we learn about the baptism of the Holy Spirit and speaking in tongues. ആത്മാഭിഷേകത്തെ കുറിച്ചും അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ചും നമ്മൾ ഈ ദിവസത്തിൽ പഠിക്കുമ്പോൾ ഇത് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. But we need to have prophecies in the church. We also should not stop anyone speaking in tongues. നമുക്ക് സഭയിൽ പ്രവചനം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അന്യഭാഷ സംസാരിക്കുന്നത് സഭ വിലക്കാനും പാടില്ല. And all things be done decently and in order. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും നടക്കുകയും ചെയ്യണം. Now one important thing for us to share with you, ഈ ഒരു പ്രധാന കാര്യം നിങ്ങൾ പറയുവാനായിട്ടുള്ളത്, any spiritual operation of the gift, ആത്മീയ വരങ്ങളുടെ ഏത് പ്രവർത്തനക്ഷമതയും, it should be built into the service and it should never cut across the meeting. ഈ ആത്മാവിന്റെ ഒഴുക്കിനനുസരിച്ച് ആത്മാവിനെ കെടുക്കുന്നതായി തീരരുത്, ആത്മാവിനെ പ്രചോദനം നൽകുന്നതായിരിക്കും. It is built in and it never cuts across what is already being built by the Spirit. Very important. ആത്മാവിനാൽ പണിയപ്പെടുന്ന ഒന്നിനെ നശിപ്പിച്ച് കളയുകയല്ല, ആത്മാവിനാൽ പണിയപ്പെടുന്ന കൂടുതൽ പണിയുന്ന ഒന്നായിരിക്കും ആത്മീയ വരങ്ങളെ കൊണ്ട് ഉപയോഗിക്കുന്നത്, പ്രയോജനം ഉദ്ദേശിക്കുന്നത്. So this is very important. അവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. And that is why we should be open for correction in our spiritual life. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ തെറ്റ് തിരുത്തുന്ന ഒരു മനോഭാവം ഉണ്ടാകണമെന്ന് പറയുന്നത്. You know, there are some times that we can go off the beam, imbalanced. ചില സമയത്ത് നമുക്ക് സമനില തെറ്റിപ്പോകാൻ സാധിക്കും, and it can spoil the whole worship and that thing that God is building up in our midst. മുഴുവൻ ആരാധനയും ഒരുപക്ഷെ ദൈവം നമ്മുടെ മധ്യേ പണിയുള്ള മുഴുവൻ പണിയെയും ഒരുപക്ഷെ നശിപ്പിച്ചു കളഞ്ഞൊന്നും വരാതെ, just because one man was not sensitive to the Lord. ഒരൊറ്റ വ്യക്തി പരിശുദ്ധാത്മാവിനോട് ഏകാഗ്രമായിരിക്കാതെ വന്നത്. Now we have had these problems in the assembly in Delhi. ഡൽഹിയിലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. Several years ago, ചില വർഷങ്ങൾക്ക് മുമ്പ് one brother had a problem. ഒരു സഹോദരന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. He would start a song, അദ്ദേഹം ഒരു പാട്ട് തുടങ്ങും, or he will do something
അത് എന്തെങ്കിലും ഒന്ന് ചെയ്യും, which will cut across the whole meeting. ആ മുഴുവൻ ആത്മാവിന്റെ പ്രവർത്തനത്തെ അങ്ങ് നശിപ്പിച്ച് കളയുന്ന പരിപാടി പോലെ. It goes across. അതായത് ഒരു വിലങ്ങടി പോലെയായി മാറുകയാണ്. It is not built into. പണിയപ്പെടുന്ന ഒരു അവസ്ഥയിലല്ലാതെ വന്നു. And therefore we had to sit down with that brother. ആ സഹോദരനോട് ഞങ്ങൾ സഭയുടെ ഉണ്ടായിട്ട് വന്നു. We said, brother, സഹോദര, we praise God for you. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. God has brought you into this body. കർത്താവിന്റെ സഭയാ ശരീരം നിങ്ങളെ ദൈവം കൊണ്ടുവന്നു. God wants to use your gifts. ദൈവം നിന്റെ ആത്മീയ വരങ്ങൾ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. Whether they are prophesying പ്രവചനമായാലും or any other gifts. എന്ത് പറയാനും. But we want to correct you. ഒരു കാര്യം ഞങ്ങൾ തെറ്റിദ്ധാരാൻ This ആഗ്രഹിക്കുന്നു. is a very important thing. വളരെ പ്രധാനമുള്ള If വിഷയം. we are not open for correction, we cannot grow in our spiritual gifts. നമ്മുടെ ജീവിതം തെറ്റിദ്ധരുത്താനും മനോഭാവം നമുക്കില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രിസ്തീയമായ ജീവിതം വളരാൻ പറ്റുകയില്ല. That is why today the gifts are so much misused, because many of these people are not subject to correction. ഇന്ന് ആത്മീയ വരങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെടുവാനുള്ള ഒരേ ഒരു കാരണം ഇവരുടെ അനേക ആൾക്കാരും തെറ്റ് തിരുത്താൻ തക്കവണ്ണം അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടില്ലായിരുന്നു. They are not willing for correction. അവരുടെ ജീവിതം അവർ തെറ്റിദ്ധാൻ തയ്യാറല്ല. I just want to encourage you with a brother's testimony. ആ സഹോദര ഒരു സഹോദരന്റെ സാക്ഷ്യത്തോടെ നിങ്ങളെ ധൈര്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. You see, this man had a gift of prophesying and word of knowledge. ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ വചനവും അതോടൊപ്പം തന്നെ പ്രവചനവും ഈ സഹോദരൻ ഉണ്ടായിരുന്നു. Or word of wisdom. അല്ലെങ്കിൽ പരിജ്ഞാനത്തിന്റെ വചനം. He used to operate these gifts. അത് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. So when he went to a particular place, അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ he was a guest speaker there. അദ്ദേഹം ഒരു ക്ഷണിക്കപ്പെട്ട പ്രാസംഗികനായിരുന്നു. So what happened was, എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ in the meeting, we see that this brother received a prophecy from the Lord, or a word of knowledge, word of wisdom, sorry. ദൈവത്തിന് ഇദ്ദേഹം ഒരു പരിജ്ഞാനത്തിന്റെ വചനം അല്ലെങ്കിൽ ഒരു പ്രവചനം ലഭിച്ചു. So he went to one sister, അദ്ദേഹം ഒരു സഹോദരൻ അടുക്കളയിൽ ചെന്നിട്ട് and പറഞ്ഞു, he laid hands, കരം വെച്ചിട്ട് and he prayed like this. ഇങ്ങനെ പ്രാർത്ഥിച്ചു. Rather, he prophesied like this. അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചു. ഒരു വെച്ച് He said, you and your husband will go to another country and do my work. The local pastor called this visiting preacher. ഈ ക്ഷണിക്കപ്പെട്ട പ്രാസംഗികനെ ലോക്കൽ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, Brother, the meeting was very good, മീറ്റിംഗ് ഒക്കെ വളരെ അനുഗ്രഹമാണ് സഹോദര. but there's a big blunder you did. പക്ഷെ ഒരു വലിയ തെറ്റ് നിങ്ങൾ ചെയ്തു. That sister is not married. ആ പ്രവചിച്ച സഹോദരിയുള്ള അവർ കല്യാണം കഴിഞ്ഞിട്ടുള്ളതല്ല. You prophesied, she and her husband will do ministry. നിങ്ങൾ പറഞ്ഞ് പ്രവചിച്ചതാണ് നീ നിന്റെ ഭർത്താവും കൂടെ സുവിശേഷത്തിലേക്ക് പോകണം. From that time onwards, people were questioning your ministry. ആ സമയം മുതൽ ആൾക്കാർ നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. But this man was a real man of God. പക്ഷേ ഈ ദൈവദാസൻ നല്ല യഥാർത്ഥ ദൈവദാസനായിരുന്നു. He knew that he doesn't have to defend what he said. അദ്ദേഹം പറഞ്ഞതിനെ എതിർക്കേണ്ടതായിട്ട് ആവശ്യമില്ലെന്ന് അദ്ദേഹം അറിയാമായിരുന്നു. He doesn't have to defend. ഡിഫെൻഡ് എന്ന് വെച്ചാൽ തള്ളി പറയേണ്ടതായിട്ട്. Defend. Justify. നീതീകരിക്കാം. He never did that. അത് അങ്ങനെ ചെയ്തില്ല. Why? എന്തുകൊണ്ടാണ്? Because he knew as Lord gave him, he spoke it. ദൈവമാണ് അദ്ദേഹത്തിന് അത് വാക്ക് കൊടുത്തതെന്നും അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിന് അറിയാം. So this pastor, local pastor said, അതുകൊണ്ട് പ്രാദേശിക സഭയിലെ പാസ്റ്റർ പറഞ്ഞു, brother, you should be very careful. നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. No, you should be very careful. നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. And he really gave him a real good dose. ശരിക്കും നല്ല ഡോസ് അദ്ദേഹത്തിന് കൊടുത്തു. But this man said, ഈ അദ്ദേഹം ദേവദാസൻ പറഞ്ഞു, brother, I am really sorry. ഞാൻ വളരെ തെറ്റ് ഞാൻ ദുഃഖിക്കുന്നു. If you think it's a mistake, I'm sorry. നിങ്ങൾക്ക് തോന്നുന്നു അത് തെറ്റാണെങ്കിൽ ഞാൻ വളരെ ദുഃഖിക്കുന്നു. He submitted. അദ്ദേഹം കീഴ്പ്പെടുത്തി കൊടുത്തു. He said, I'm sorry. ഞാൻ ദുഃഖിക്കുന്നു. That is a good spirit. നല്ലൊരു ആത്മാവാണ്. That is a good spirit. അത് നല്ലൊരു ആത്മാവാണ്. You don't have to defend and justify. No, the Lord showed me 3 times and 5 times and I saw again and this is what you have to tell. ഞാൻ 3-4 പ്രാവശ്യം കണ്ടത് എനിക്ക് കാഴ്ച തന്ന അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് അത്യാവശ്യമേ അല്ല. That's the quality we should have. അങ്ങനെയുള്ള ഒരു യോഗ്യത നോക്കണം. So what happened? എന്ത് സംഭവിച്ചതറിയാമോ? After 2 years, 2 വർഷം കഴിഞ്ഞ് these 2 pastors met in a seminar. ഈ 2 പാസ്റ്റർമാരോട് ഒരുമിച്ച് ലോക്കൽ പാസ്റ്റർ അതിഥിയായി വിളിക്കപ്പെട്ട പ്രവചിച്ച പാസ്റ്ററോട് ഒരു സെമിനാറിൽ കണ്ടുമുട്ടി. And this pastor came running, this local pastor. ഈ പ്രാദേശിക സഭയിലെ പാസ്റ്റർ മറ്റേ പ്രവചിച്ച പാസ്റ്റർക്ക് ഓടി വന്ന് പറഞ്ഞു, brother, your prophecy was 100% right. നിന്റെ പ്രവചനം 100% ശരിയാണെന്ന് പറഞ്ഞു. That sister, she was so
quite elderly. They never thought she would be married. വളരെ പ്രായമുള്ള സഹോദരി കൂടി ആയിരുന്നു. അതുകൊണ്ട് കല്യാണം നടക്കുമെന്നും സംശയമായിരുന്നു. But that sister got married. ഈ സഹോദരൻ കല്യാണം കഴിഞ്ഞു. And he was a minister of the gospel. ഒരു സുവിശേഷകനായിരുന്നു കല്യാണം And they കഴിഞ്ഞത്. both are ministering in a far country now. ഇപ്പോ അവർ രണ്ടുപേരും ദൂരെയുള്ള സ്ഥലത്ത് സുവിശേഷം Now ചെയ്യുകയാണ്. that's the right thing. അത് ശരിയായ കാര്യമായിരുന്നു. God did that. ദൈവമാണ് അത് ചെയ്തത്. So if we want to use the gifts of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. always remember we should be willing for correction. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെറ്റിദ്ധരിക്കാൻ നമ്മൾ എപ്പോഴും We തയ്യാറാണ്. should be humble enough. നാം അതിന് തക്കവണ്ണം താഴ്മയുള്ള We കാര്യം. should say yes. If somebody would say no, brother, it was right. It's all right, brother. You think it's so? I'm sorry, brother. So, ഒരാൾ പറയാം ബ്രദറെ അങ്ങനെ എല്ലാവരും പറയുന്നത് ശരി ബ്രദറെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയായി. submit it to the Lord. അത് കർത്താവിന്റെ കാര്യങ്ങളെ കേൾപ്പിക്കുക. God will bring it to pass. ദൈവമാണ് കാര്യങ്ങളെ സാധ്യമാക്കുന്നത്. So we should have a humble spirit. നമുക്ക് നമ്മുടെ ജീവിതം വളരെ Why today there are so many problems in many Pentecostal and charismatic churches? ഈ പെന്തക്കോസ്റ്റൽ കാരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അറിയാമോ? Because everybody wants to no, I am right. എല്ലാവരും പറഞ്ഞത് അല്ല അങ്ങനെയല്ല, ഞാൻ ശരിയാണ്. Nobody is willing for correction. ആരും തന്നെ തിരുത്താനായിട്ട് തയ്യാറല്ല. And therefore we got to see that we should be open for correction and the gifts should be in operation when we gather together. It's needed. അതുകൊണ്ട് നാം തെറ്റിരുത്താൻ തയ്യാറുള്ളവർ അതോടൊപ്പം തന്നെ ആത്മീയ വരങ്ങളൊക്കെ നാം ഒരുമിച്ച് കൂടുമ്പോൾ പ്രയോജനമാകുന്നതായിട്ട് You know, I have seen many people say, brother, we want to be built up. പല സ്ഥലത്തും ആൾക്കാർ ഞങ്ങൾക്ക് ഒരുമിച്ച് പണിയപ്പെടാൻ ആഗ്രഹമുണ്ട്. But they don't want the gifts. എന്നാൽ അവർക്ക് ആത്മീയ വരങ്ങൾ ആവശ്യം. One of the means for you to be built up is by the means of the gifts of the Holy Spirit. പണിയപ്പെടാനായിട്ടുള്ള ദൈവത്തിന്റെ ഒരു മുഖാന്തരം എന്ന് പറയുന്നത് ഈ ആത്മീയ വരങ്ങളിലൂടെ. There are many ways. അനേക വഴികൾ വേറെ ഉണ്ട്. One of the ways is to allow the gifts of the Holy Spirit to work in us and through us in the local body. അതിലൊരു മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ വരങ്ങളെ നമ്മിലൂടെയും പ്രയോജനപ്രദമാകുവാൻ, പ്രവർത്തനക്ഷമമാകുവാൻ നമ്മളെ ഏൽപ്പിക്കുന്നു. So may we be available to God and desire earnestly for spiritual gifts. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവരും വാഞ്ചിക്കുന്നവരായിരിക്കും. Yeah, we don't have to look for a special prophet. He's not actually a prophet according to the Bible. A man who will come and lay hands upon everybody and prophesy. വേറെ എങ്ങോട്ടോ വരുന്നതായിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ അലവേലൊക്കെ കൈവച്ച് പ്രവചിക്കുന്ന ആ പരിപാടി നമുക്ക് ആവശ്യമേ ഇല്ല. Paul says, let all prophesy one by one. നിങ്ങൾക്ക് ഓരോരുത്തർക്കായി എല്ലാവർക്കും പ്രവചിക്കാമല്ലോ എന്നാണ്. And I believe that the Lord will pour out His Holy Spirit upon you. I believe the Lord will pour out His Holy Spirit. ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലെല്ലാം ദൈവം പകരും. I know that some of you are baptized in the Holy Spirit. നിങ്ങൾ ചില ആൾക്കാർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരുമാണല്ലോ. But I know there are some of you who have not received the baptism of the Holy Spirit. നിങ്ങൾ ചില ആൾക്കാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുമില്ല. But if you are hungry, നിങ്ങൾ ദാഹിക്കുന്നവരാണെങ്കിൽ believe the Lord that He will touch you one of these days. ഈ ദിവസങ്ങളിലൊന്ന് ദൈവം നിങ്ങളെ തൊടുവാനായിട്ട് പ്രാർത്ഥിക്കുക. Are you afraid? നിങ്ങൾക്ക് പേടിയുണ്ടോ? No, we don't have to be. Praise the Lord. നമ്മൾ അതിന് ആവശ്യമില്ല. He is a gentle spirit. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വളരെ ജെന്റിൽ അല്ലെങ്കിൽ ശാന്തനായ ഒരു ആത്മാവാണ്. Yeah, we need to be filled in the Holy Spirit. We need to have the gifts of the Holy Spirit in our lives. നമുക്ക് ആത്മാവിനെ നിറയേണ്ടതായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വരങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. And so we see fourthly, the gifts of the Holy Spirit will be in operation. നാലാമത് നാം ഒരുമിച്ച് കൂടുമ്പോൾ ആത്മീയ വരങ്ങൾ പ്രവർത്തനക്ഷമമാകും. And fifthly, അഞ്ചാമത് the word of God shall be shared. ദൈവവചനം പ്രസംഗിക്കപ്പെടും. Praise God. The word of the Lord shall come to us. ദൈവത്തിന്റെ വചനം നമ്മുടെ അടുക്കലേക്ക് ദൈവത്തിൽ നിന്ന് വരും. The Lord will speak to us from His word. ദൈവം തന്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. The Lord will reveal, God will open up His heart, His mind, His will to us. ദൈവം തന്റെ മനസ്സും തന്റെ ഹൃദയവും തന്റെ ആഗ്രഹവും നമ്മളെ അറിയിക്കും. So these are the 5 things that would happen when we gather together as a body of believers. ദൈവത്തിന്റെ സഭയിലെ വിശ്വാസികൾ എന്ന നിലയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന 5 കാര്യങ്ങൾ ഇതൊക്കെയാണ്. Yeah, we need to be open for the Spirit of God to minister to us as we gather. നാം ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. The Spirit of God will minister His word for reproof, for correction, for edification, as we read in the book of 2 Timothy chapter 3:16. 2 തിമോഥെയോസ് 3:16 വാക്യത്തിൽ വായിക്കുന്നത് പോലെ എല്ലാ ദൈവത്തിനും ദൈവവിശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും ഭാഗപ്രാപ്തി തികഞ്ഞവരാകേണ്ടത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത്. Yeah, the Lord will minister to us. അങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കും. He will correct us. ദൈവം നമ്മളെ തെറ്റുകളെ തിരുത്തും, He will ഗുണീകരിക്കും.
He will reprove us. He will teach us. അവൻ നമ്മളെ പഠിപ്പിക്കും. All these things will happen when God's word will come to us. ഇതെല്ലാം സംഭവിക്കും ദൈവത്തിന്റെ വചനം നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ. So let us keep these facts in our hearts. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ ഘടകങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കണം. Whenever we gather together, എവിടെയൊക്കെ നമ്മൾ ഒന്നിച്ചു കൂടിയാലും എപ്പോഴൊക്കെ ഒന്നിച്ചു കൂടിയാലും always remember these things in our hearts. ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർക്കേണ്ടതാണ്. We are not just coming together just to do some ritual and go back as we were doing in the past. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ എന്തെങ്കിലും ചില ചടങ്ങുകൾ ചെയ്തിട്ട് പോകാൻ വേണ്ടിയല്ല നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. Amen. Amen. But we gather together to meet with the Lord. കർത്താവിനെ സന്ധിക്കാൻ വേണ്ടിയാണ് ഒന്നിച്ച് കൂടുന്നത്. Oh, what a joy it should be in our hearts to meet with God. ഈ ദൈവത്തെ ഒന്ന് കാണുക എന്നുള്ളത് എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. Oh, I always share this in Delhi. ഞാൻ ഡൽഹിയിൽ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. You know, some days in the evening when we gather together, some of us are so tired. ചില സമയത്ത് ചില ഈവനിങ്സിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ വളരെ ക്ഷീണിതരായിരിക്കും. But one thing we see, പക്ഷെ ഒരു കാര്യം കാണുന്നുണ്ട്. there's a longing to come together. എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിച്ചു കൂടണം. And when we gather together, ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ when we begin to praise the Lord, സ്തുതിച്ചു തുടങ്ങി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും. when I came back from Hyderabad, ഞാൻ ഹൈദരാബാദിൽ തിരിച്ച് ഡൽഹി I was so very sickly. ഞാൻ വളരെ രോഗി. I was so tired. ഞാൻ വളരെ ക്ഷീണിതമായിരുന്നു. And I had to shift my house also. ഞാൻ വീട് മാറേണ്ടതായിട്ടുണ്ടായിരുന്നു ആ So സമയത്ത്. it was such a tiresome day for me. അതുകൊണ്ട് ആ ദിവസം വളരെ ക്ഷീണിതമായ I was ദിവസം. feeling sickly. ഞാൻ വളരെ രോഗബാധിതനായി. But as we were praising the Lord, ഞങ്ങൾ ഇനി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം I confessed this to the Lord. ഞാൻ കർത്താവിനോട് ഇതേറ്റു പറഞ്ഞു. Lord, your presence brings strength to me, and I really began to feel that. കർത്താവേ, നിന്റെ സാന്നിധ്യം എന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ I tell you, അനുഭവിക്കാൻ തുടങ്ങി. that night I received a real strength to shift all my things. ആ രാത്രിയിൽ മുഴുവൻ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്യാനുള്ള ശക്തി എനിക്ക് ദൈവം തന്നു. God began to give strength to my weak body. ദൈവം എന്റെ ബലം കുറഞ്ഞതായി ക്ഷീണിച്ചതായുള്ള ശരീരത്തിന്മേൽ ദൈവം ബലം പകർന്നു. Oh, when we come together, have a strong desire, we are coming to meet with God in reality. It's not like the Gentiles or the traditional people. ഇങ്ങനെയാണെല്ലാം പോയല്ലേ പറ്റുള്ളൂ. Not like that, but coming with a real desire to meet with our God. Hallelujah. ജാതികൾ ചെയ്തതുപോലെയല്ല, പിന്നെയോ ദൈവത്തെ കാണുവാൻ, കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ ദൈവമായിട്ടൊന്ന് സന്ധിക്കുവാനുള്ള ആ വലിയ വാഞ്ചയോ താല്പര്യത്തോടെ വേണം നാം ഒന്നിച്ചു കൂടുവാനായിട്ട്. Praise Him and we worship Him. നാം അവരെ സ്തുതിക്കും, അവരെ ആരാധിക്കും. Then the gifts will be in operation. തുടർന്ന് നമ്മുടെ ആത്മീയ വരങ്ങളൊക്കെ പ്രയോജനപ്പെടും. Father, the Son, and the Holy Spirit at work. ദൈവ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രവർത്തനക്ഷമമാവുകയാണ്. Afterwards, അതിനുശേഷം there will be a bringing forth of His mind. ദൈവത്തിന്റെ ആ മനസ്സിനെ നമ്മുടെ അടുക്കിലേക്ക് വിളിച്ചത്. God's word will come to us. ദൈവത്തിന്റെ വചനത്തോടെ അടുക്കിലേക്ക് കടന്നു വരും. God meets with us by His word. ദൈവത്തിന്റെ വചനത്താൽ നമ്മളെ സന്ധിക്കുവാനായിട്ട് He തുടങ്ങും. may correct us. അവൻ നമ്മളെ തെറ്റിദ്ധരിച്ചു He തരാം. may encourage us. അത് നമ്മളെ ധൈര്യപ്പെടുത്തു തരാം. He may teach us. അത് നമ്മളെ പഠിപ്പിച്ചു തരാം. He may reprove us. അത് നമ്മളെ ഗുണീകരിച്ചെന്നും വരാം. That's a beautiful thing to meet with God. ഇതാണ് ദൈവത്തെ കണ്ടെത്തുക അല്ലെങ്കിൽ സന്ധിക്കുമ്പോൾ വലിയ സന്തോഷകരമായ അനുഭവമാണ്. Like that woman. ആ സ്ത്രീയെ പോലെ, A certain woman ആ പ്രത്യേക സ്ത്രീയെ പോലെ reached out and touched Him. ആ കാര്യങ്ങളെ കിട്ടിയാലെ തൊട്ടു. She went back as a new person. അവള് ഒരു വ്യത്യസ്തപ്പെട്ട പുതിയ സ്ത്രീയായി. Every time when we come, എല്ലാ സമയത്തും നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ expect to meet and touch the Lord. കർത്താവിന്റെ അടുക്കലേക്ക് കൈ നീട്ടി അവനെ തൊടണം എന്നുള്ള പ്രതീക്ഷയോടെ വേണം വരാനായിട്ട്. May we close with that today morning. ഇന്ന് രാവിലെ ഈ ചിന്തയോടെ അവസാനിപ്പിക്കട്ടെ. Then we will continue about praise and worship in the evening. ഈവനിങ്ങില് സ്തുതിയും ആരാധനയും കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Let's just pray. Thank you. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, Jesus. Hallelujah. Thank you, Lord. Thank you, Lord. Bless you, Lord. Hallelujah. Thank you, Lord. Hallelujah. Thank you, Jesus. Oh, we worship you. Let us pray to God that God would renew our minds with these thoughts. ഈ ചിന്തകളാൽ ദൈവം നമ്മുടെ മനസ്സിനെ ഉണർത്തുവാനായിട്ട് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. Hallelujah. Oh God, I had different ideas, but now the light has come to me, Lord. കർത്താവേ, എനിക്ക് മറ്റു പല ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എന്റെ മേൽ നീ പ്രകാശമായി ജനിക്കുകയാണ്. Why you have called me out? കർത്താവേ, എന്തിനു വേണ്ടിയാണ് നീ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? What should be my mentality and attitude when I come together now? കർത്താവേ, മറ്റുള്ള സഹോദരന്മാരോട് ഒന്നു ചെയ്യാൻ വന്നു കൂടുന്ന സമയത്ത് എന്റെ മനസ്ഥിതി എന്തായിരിക്കണമെന്നുള്ളത് എന്നോട് സംസാരിച്ചിരിക്കുന്നു. Hallelujah. You are eager to meet with me, Lord. കർത്താവേ, എന്നെ ഒന്ന് കാണുവാൻ, സന്ധിക്കുവാനായിട്ട് നീ വളരെ ജാഗ്രതയുള്ളവനാണെന്ന് ഞാൻ കാണുന്നു. കർത്താവേ, Hallelujah. Praise the Lord. Thank you, Jesus. Hallelujah. Oh, worship Thank you, you. Jesus. Let these thoughts renew us today, beloved. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ നമ്മളെ ഇന്ന് രാത്രി Let this word have a right understanding and a right How long